CMPയും PK ശശിയുടെ DMFും തമ്മിലുള്ള ലയനം ഈ മാസം 17-ന് നടക്കും. തൃശൂരിലായിരിക്കും ലയന പരിപാടി നടക്കുക. CMP സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി PK ശശിയെ പ്രഖ്യാപിക്കുമെന്ന് CMP ജനറൽ സെക്രട്ടറിയും മന്ത്രിയുമായ CP ജോൺ പറഞ്ഞു. സോഷ്യൽ ഫാസിസ്റ്റുകളും അരങ്ങ് നിറയുന്ന ഈ സന്ദർഭത്തിൽ, സോഷ്യൽ ഫാസിസ്റ്റുകൾ തകർന്നടിഞ്ഞിരിക്കുന്ന ഈ സമയത്ത്, പക്ഷേ ഫാസിസ്റ്റുകൾ ഇന്ന് പത്തിവിടർത്തി തന്നെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സോഷ്യലിസ്റ്റുകളായ നമ്മൾ സോഷ്യൽ ഫാസിസത്തിനുമെതിരായ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ അവരെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാനാണ് നമ്മൾ ഈ ഹാളിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെയെല്ലാം ഞാൻ ഔപചാരികമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന CMPയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. MV രാഘവൻ എന്ന മഹാനായ കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹം നേതൃത്വം കൊടുത്ത പാർട്ടി. DMFന്റെ സംസ്ഥാനതല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പാലക്കാട് നയപ്രഖ്യാപന കൺവെൻഷൻ നടന്നിരുന്നു. ഇതിനിടെയാണ് നേതാക്കൾ CMP DMF ലയന തീയതി പ്രഖ്യാപിച്ചത്. ലയനം സംബന്ധിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ PK ശശിയുമായി ചർച്ച നടത്തിയിരുന്നതായി CP ജോൺ പറഞ്ഞു. ഇത് നിങ്ങളുടെ ചരിത്രത്തിൽ മാത്രമല്ല, CMPയുടെ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ കൺവെൻഷൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം ഞാൻ വായിച്ചു. അതിൽ റോസ ലക്സംബർഗ് അടക്കമുള്ള ആളുകളുടെ ആശയങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളതായി നിങ്ങൾ രേഖയിൽ എഴുതിയിരിക്കുന്നു. നമ്മൾ ആരുടെയും എതിരല്ല, നമുക്ക് വിരോധമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുകയും ഫാസിസ്റ്റിന്റെ പണി ചെയ്യുകയും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുകയും ഏകാധിപതിയുടെ പണി ചെയ്യുകയും ചെയ്താൽ അവരോട് ഒരു സന്ധിയും രാജിയും ഇല്ലാത്ത ഒരു നവചിന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. TK ഗോവിന്ദൻ MLA മുഖ്യാതിഥിയായിരുന്നു. കൺവെൻഷന് മുന്നോടിയായി DMF സംസ്ഥാന വ്യാപകമായി തങ്ങളുടെ സംഘടന വിപുലീകരിക്കുമെന്നും PK ശശി പറഞ്ഞു. CMPയുമായി ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാനാണ് DMFന്റെ നിലവിലെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ജില്ലയിൽ മാത്രമല്ല, സമീപത്തുള്ള പല ജില്ലകളിലുമുള്ള CPIMും CPIയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധിയായ പ്രവർത്തകന്മാർ, നൂറുകണക്കിന് പ്രവർത്തകന്മാർ DMFുമായി ബന്ധപ്പെടുകയും അവിടെ പ്രാദേശികമായ യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്നും അതിൽ പങ്കെടുക്കണമെന്നും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മുന്നേറിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങളെ സാക്ഷിയാക്കി, ആയിരക്കണക്കിന് വരുന്ന നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ DMF കൂടി ഉൾപ്പെടുന്ന ഉദിച്ചുയരാൻ പോകുന്ന പുതിയ പ്രസ്ഥാനമുണ്ടല്ലോ, ആ പ്രസ്ഥാനമായിരിക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കാൻ പോകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മുടേതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മളാണ് ശരി. CCN പാലക്കാട്.